ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വി കോളർ പാറ്റേണിൽ വരുന്ന ഒരു എ ലൈൻ കുർത്തിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു കാന്ത കോട്ടൺ മെറ്റീരിയലാണ്. ഇതിന് അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ലൈനിങ് കൊടുക്കുന്നില്ല. ഇതിന്റെ ബോട്ടം പീസിൽ നിന്ന് എടുത്തിട്ടാണ് നെക്കും സ്ലീവിന്റെ എൻഡില് പൈപ്പിങ്ങും കൊടുത്തിട്ടുള്ളത്. 44 ഇഞ്ച് വീതി വരുന്ന 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. തുണിയുടെ അകവശം നമുക്ക് 4ആയി ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഫോൾഡിങ് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡും. അതുപോലെ തന്നെ മേലെ ഫോൾഡ് ചെയ്ത ഭാഗമാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ഇവിടെ ലെങ്ത് വരുന്നത് 49 ഇഞ്ചാണ്. അത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 47.5 കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ലെങ്ത്തിനോട് കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. 7 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കാറുള്ളത്. എന്നാൽ ഇവിടെ വി നെക്ക് ആയതുകൊണ്ട്, കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. 7.5 നമുക്ക് കൊടുക്കാം. എന്നാൽ ആം ഹോൾ ലെങ്ത്തില് ഒരു മാറ്റവും ഇല്ല. നമ്മൾ കൊടുക്കുന്ന 7 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. നമ്മുടെ ചെസ്റ്റ് വരുന്നത് 42 ആണ്. 42ന്റെ 4/1 ഭാഗം 10.5 കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഷോൾഡറിൽ നിന്നും ഷേപ്പ് ലൈൻ കൊടുത്തിട്ടുള്ളത് 14.5 ഇഞ്ചിലും ഹിപ്പ് കൊടുത്തിട്ടുള്ളത് 21 ഇഞ്ചിലുമാണ്. ഇനി ആം ഹോൾ കർവ് നോക്കാം. ആം ഹോൾ ലെങ്ത്തിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചെസ്റ്റ് സൈസിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ ഭാഗത്തെ ആം ഹോൾ ഡെപ്ത് വരുന്നത് 1.75 ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ചെസ്റ്റ് സൈസ് ഡിവൈഡഡ് ബൈ 24. അപ്പൊ 42 ഡിവൈഡഡ് ബൈ 24 1.75 അതാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആംപിറ്റിന്റെ അവിടെ ടൈറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചെസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 10.5 ഇഞ്ചും കൂടെ 2 ഇഞ്ച് സീം അലവൻസും. അതിനുശേഷം വേസ്റ്റിന്റെ ആ ഭാഗത്തെ വണ്ണം വരുന്നത് 38 ആണ്. അപ്പൊ അതിന്റെ 4/1 ഭാഗം 9.5 കൂടെ 2 ഇഞ്ച് സീം അലവൻസും. ഹിപ്പിന്റെ അവിടെ ഞാൻ കൊടുക്കുന്നത് 11 ഇഞ്ചാണ്. കൂടെ 1 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത്. ഇനി ഹിപ്പിന്റെ അവിടുന്ന് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കണം. ആ സൈഡിലായിട്ട് ഒരു 2 ഇഞ്ച് മേലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം താഴത്തെ പകുതിയിൽ നിന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിന്റെ അകലമാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ എടുക്കുന്നതിൽ നിന്ന് 1/2 ഇഞ്ച് കൂടുതലായിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 3 ആണ് എടുക്കാറുള്ളത്. ഇവിടെ 3.5 എടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഇപ്പോൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഭാഗത്തൊക്കെ ഒരു ഷേപ്പ് ആക്കി നമുക്ക് വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വന്ന തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കണ്ടെത്തുന്നത്. ബാലൻസ് വന്ന 2 പീസും ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുക. 2 സ്ലീവും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് മടക്കുവശമാണ്. ഈ ഭാഗത്താണ് നമ്മൾ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് 17 ഇഞ്ച് ലെങ്ത് ആണ്. പക്ഷെ 17 ഇഞ്ച് കിട്ടില്ല. എന്നാൽ കിട്ടുന്നത് മാക്സിമം നമുക്ക് എടുക്കാം. ഇനി അവിടെ നിന്നും താഴേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്താം. കൈവണ്ണം വരുന്നത് 10 ഇഞ്ചാണ്. അതായത് ആം ഹോള് +3, 7 + 3 10. അങ്ങനെ നമുക്ക് 10 എടുക്കാം. ഇനി അവിടെ നിന്നും താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. അത് നമ്മളുടെ സ്ലീവിന്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 ഇഞ്ചിൽ നിന്ന് തുടങ്ങി വേണം നമുക്ക് ഷേപ്പ് ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത് കൂട്ടി കൊടുക്കണം. ഇനി ബാലൻസ് വന്ന പീസിൽ നിന്ന് തന്നെ നമുക്ക് ലെങ്ത് കൂട്ടിയെടുക്കണം. നമുക്ക് എത്രയാണോ ലെങ്ത് കൂടുതൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണം സീം അലവൻസ് ആയിട്ട്. താഴ്ഭാഗത്ത് 1 ഇഞ്ച് മടക്കണം. പിന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് വേണം. അങ്ങനെ 1.5 ഇഞ്ച് കൂടുതൽ എടുക്കാം. ഇപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന്റെ എൻഡ് ഭാഗം, ആ റൗണ്ട് ഭാഗം മാർക്ക് ചെയ്യാം. 5.5 എനിക്ക് വേണ്ടത്. കൂടെ സീം അലവൻസ് കൂടി കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി സ്ലീവിന്റെ എൻഡിൽ നമ്മൾ പൈപ്പിങ്ങും കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ ബാക്ക് പാർട്ടിലെ നെക്കിൽ നമുക്ക് മാർക്കിംഗ് ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ ബാക്ക് പാർട്ട് മാറ്റി വെക്കുക. ശേഷം ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് മാർക്കിംഗ് കൊടുക്കാം. ഇനി നെക്കിന്റെ അകലം നോക്കാം. 3 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അപ്പോൾ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിന്റെ ലെങ്ത് നോക്കാം. 7 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമുക്ക് 2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അപ്പോൾ 9 ഇഞ്ച്. 9 ഇഞ്ച് എടുക്കുമ്പോൾ കൂടി പോകുമെന്ന് ഡൗട്ട് ഒന്നും വേണ്ട. ലാസ്റ്റ് നമുക്ക് കോളറൊക്കെ വെച്ച് കഴിയുമ്പോൾ 7 ഇഞ്ച് തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ ഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 1/2 ഇഞ്ചിൽ നിന്ന് വേണം 3.5ലേക്ക് മാർക്ക് ചെയ്യാൻ. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. 2 പാർട്ടും ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കുക.
ഇനി ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. അവിടെ നിന്നും ഒരു 2 ഇഞ്ചും കൂടി കൂടുതൽ എടുക്കണം. ഇനി ഇതുപോലെ നമുക്ക് ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാം. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ഇഞ്ചാണ്. ഈ 15 ഇഞ്ച് വരുന്നത് ഒരു ഭാഗത്തെ ലെങ്ത്താണ്. ഇനി അപ്പുറത്തെ സൈഡിലും കൂടി കൂട്ടിയിട്ട് നമുക്ക് 30 ഇഞ്ച് ലെങ്ത്താണ് കോളറിന് വേണ്ടത്. ഞാനിവിടെ നെക്കിന് വെക്കാനായിട്ടുള്ള പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ മെഷർ ചെയ്തത് 30 ഇഞ്ച് നീളമാണ്. 30 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുള്ള തുണിയാണിത്. കോളർ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ അത് മടക്കിയിടുമ്പോൾ 3 ഇഞ്ച് നമുക്ക് വേണം, കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും. അങ്ങനെ 3.5 ഇഞ്ച് വീതിയും 30 ഇഞ്ച് നീളവുമുള്ള ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ 2 സൈഡിലും ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. ഇനി തുണിയുടെ നല്ല ഭാഗത്താണ് സ്റ്റിച്ചിങ് വരുന്നത്. നമ്മൾ കട്ടിട്ട് കൊടുത്തില്ലേ, ആ ഭാഗത്തുനിന്ന് വേണം കോളർ വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുക. 1/4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. തുണി നമുക്ക് ഇതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് നല്ല ഭാഗത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ കട്ടിട്ട് കൊടുത്തില്ലേ, ആ ഭാഗത്തുനിന്ന് വേണം സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട്. നെക്ക് പീസ് നമുക്ക് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് ഇറക്കി വെച്ച് കൊടുക്കണം. പക്ഷേ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് നമ്മൾ കട്ടിട്ട ഭാഗത്തുനിന്നായിരിക്കണം. നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. വളരെ സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ 1/4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഷോൾഡറിൻ്റെ ഭാഗത്തുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ഒട്ടും ചുളിവ് വരാതെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അവിടെ നമ്മൾ സൂചിയെ കുത്തി നിർത്തിയിട്ട് ഫുട്ട് പൊന്തിക്കുക. അതിനുശേഷം തുണിയെ ടേൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ.
ഇപ്പുറത്തെ സൈഡിലും കട്ടിട്ട ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നെക്കിൽ നമ്മൾ കട്ടിട്ടില്ലേ, ആ ഭാഗത്ത് തന്നെ കോളറിലും ഓരോ കട്ടിട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും ഓരോ കട്ട് വീതം കൊടുക്കുക. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ നിൽക്കും. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ചുറ്റിലും നെക്കിന് ചുറ്റിലും ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കോളർ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെയാണ് കേട്ടോ. ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ ആയിരിക്കണം, ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കണം. ഇനി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ തയ്യൽ തുമ്പ് കോളറിലേക്ക് വരാതെ താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഉൾഭാഗത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിന്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗവും സ്ലീവിന്റെ സെന്റർ ഭാഗവും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഭാഗവും ഒരുമിച്ച് വെക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം റിട്ടേൺ പോയിട്ട് പിന്നെ മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ലീവ് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യലാണ്. സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ശേഷം നമുക്ക് താഴ്ഭാഗത്തും അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ബോട്ടം വരുന്നത് സിഗരറ്റ് ബോട്ടാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ കൊടുക്കാം, ചെക്ക് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.